പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു ധ്യാനിക്കുക സംഖ്യയുടെ പുസ്തകം 33 34 അധ്യായങ്ങളാണ്. അധ്യായം 33, യാത്രയിലെ താവളങ്ങൾ. മോശയുടെയും അഹ്റോന്റെയും നേതൃത്വത്തിൽ ഗണമായി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിലെ താവളങ്ങൾ ഇവയാണ്. യാത്രാമധ്യേ അവർ പാളയമടിച്ച സ്ഥലങ്ങൾ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് മോശ ക്രമമായി കുറിച്ചുവെച്ചു. 1-ാം മാസം 15-ാം ദിവസം അവർ റംസസിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. പെസഹായുടെ പിറ്റേന്നാളാണ് ഇസ്രായേൽ ജനം ഈജിപ്തുകാർ കാണെ കർത്താവിന്റെ ശക്തമായ സംരക്ഷണത്തിൽ പുറപ്പെട്ടത്. അപ്പോൾ ഈജിപ്തുകാർ കർത്താവ് സംഹരിച്ച തങ്ങളുടെ കടിഞ്ഞൂൽ സന്താനങ്ങളെ സംസ്കരിക്കുകയായിരുന്നു. അവരുടെ ദേവന്മാരെയും കർത്താവ് ശിക്ഷിച്ചു. ഇസ്രായേൽ ജനം റംസസിൽ നിന്ന് പുറപ്പെട്ട് സുക്കോത്തിൽ പാളയമടിച്ചു. അവിടെ നിന്ന് മരുഭൂമിയുടെ അതിർത്തിയിലുള്ള യത്താമിലെത്തി പാളയമടിച്ചു. യത്താമിൽ നിന്ന് ബാൽസെഫോന് കിഴക്കുള്ള പിഹഹിറോത്തിന് നേരെ യാത്ര ചെയ്ത് മിഗ്ദോലിന് മുമ്പിൽ പാളയമടിച്ചു. അവിടെ നിന്ന് കടലിന് നടുവിലൂടെ യാത്ര ചെയ്ത് മരുഭൂമിയിലെത്തി. യത്താം മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്ത് മാറായിൽ പാളയമടിച്ചു. മാറായിൽ നിന്ന് ഏലിമിൽ എത്തി പാളയമടിച്ചു. ഏലിമിൽ 12 നീരുറവകളും 70 ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. വീണ്ടും യാത്ര പുറപ്പെട്ട് ചെങ്കടലിനരികെ പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് സിൻ മരുഭൂമിയിലും അവിടെ നിന്ന് ദൊഫ്കയിലും ദൊഫ്കയിൽ നിന്ന് ആലൂഷിലും അവിടെ നിന്ന് റഫീദീമിലും എത്തി പാളയമടിച്ചു. റഫീദീമിൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. റഫീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിലും അവിടെ നിന്ന് കിബ്രോത്ത് ഹത്താവയിലും അവിടെ നിന്ന് ഹസേറോത്തിലും ഹസേറോത്തിൽ നിന്ന് റിത്മായിലും എത്തി പാളയമടിച്ചു. റിത്മായിൽ നിന്ന് പുറപ്പെട്ട് റിമ്മോൺ പേരസിലും അവിടെ നിന്ന് ലിബ്നയിലും ലിബ്നയിൽ നിന്ന് റിസായിലും പാളയമടിച്ചു. അവിടെ നിന്ന് കെഹേലാത്തായിൽ എത്തി പാളയമടിച്ചു. കെഹേലാത്തായിൽ നിന്ന് പുറപ്പെട്ട് ഷേഫർ മലയിലും അവിടെ നിന്ന് ഹരാദായിലും ഹരാദായിൽ നിന്ന് മഖ്ഹേലോത്തിലും അവിടെ നിന്ന് തഹത്തിലും എത്തി പാളയമടിച്ചു. തഹത്തിൽ നിന്ന് പുറപ്പെട്ട് തേരഹിലും പാളയമടിച്ചു. അവിടെ നിന്ന് മിത്കായിലും മിത്കായിൽ നിന്ന് ഹഷ്മോനായിലും അവിടെ നിന്ന് മൊസേറോത്തിലും എത്തി പാളയമടിച്ചു. മൊസേറോത്തിൽ നിന്ന് പുറപ്പെട്ട് ബെനേയാക്കനിലും അവിടെ നിന്ന് ഹോർ ഹഗ്ദിലും അവിടെ നിന്ന് യോദ്ബാത്തായിലും യോദ്ബാത്തയിൽ നിന്ന് അബ്രോനായിലും എത്തി പാളയമടിച്ചു. അബ്രോനായിൽ നിന്ന് പുറപ്പെട്ട് യെസിയോൻ ഗേബറിലും അവിടെ നിന്ന് പുറപ്പെട്ട് സിൻ മരുഭൂമിയിലും കറദഷിലും അവിടെ നിന്ന് ഏദോം ദേശത്തിന്റെ അതിർത്തിയിലുള്ള ഹോർ മലയിലും എത്തി പാളയമടിച്ചു. പുരോഹിതനായ അഹറോൻ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഹോർ മലയിൽ കയറി അവിടെ വെച്ച് മരിച്ചു. ഇത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 40-ാം വർഷം 5-ാം മാസം 1-ാം ദിവസമായിരുന്നു. മരിക്കുമ്പോൾ അഹറോന് 123 വയസ്സുണ്ടായിരുന്നു.
കാനാൻ ദേശത്ത് നെഗബിൽ പാർത്തിരുന്ന കാന്യാന്യനായ ആരാദ് രാജാവ് ഇസ്രായേൽ ജനം വരുന്നതറിഞ്ഞു. ഇസ്രായേല്യർ ഹോർ മലയിൽ നിന്ന് പുറപ്പെട്ട് സൽമോനായിലും അവിടെ നിന്ന് പൂനോനിയിലും അവിടെ നിന്ന് ഓബോത്തിൽ നിന്ന് മൊവാബിന്റെ അതിർത്തിയിലുള്ള ഈയെ അബാറിമിലും എത്തി പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് ദീബോൻ ഗാദിലും അവിടെ നിന്ന് അൽമോൻ ദിബ്ലാത്താമായിലും അവിടെ നിന്ന് അബാറിം മലകളിൽ നോവോബിന് കിഴക്ക് വശത്തും എത്തി പാളയമടിച്ചു. അവിടെ നിന്ന് പുറപ്പെട്ട് ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മൊവാബ് സമതലത്തിൽ പാളയമടിച്ചു. ആ പാളയം ബേത് യേഷിമോത്ത് മുതൽ ആബേൽ ഷിത്തീം വരെ വ്യാപിച്ചിരുന്നു. ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാൻ തീരത്ത് മൊവാബ് സമതലത്തിൽ വെച്ച് കർത്താവ് മോശയോട് അരുൾ ചെയ്തു. ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ തദ്ദേശവാസികളെ ഓടിച്ചു കളഞ്ഞ് അവരുടെ ശിലാവിഗ്രഹങ്ങളും ലോഹപ്രതിമകളും തകർക്കുകയും പൂജാഗിരികൾ നശിപ്പിക്കുകയും വേണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക. നിങ്ങൾ ദേശം കൈവശമാക്കി വാസമുറപ്പിക്കണം. എന്തെന്നാൽ ആ ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്നു. നിങ്ങൾ ഗോത്രമായി നറുക്കിട്ട് ദേശം അവകാശമാക്കണം. വലിയ ഗോത്രത്തിന് വലിയ അവകാശവും ചെറിയ ഗോത്രത്തിന് ചെറിയ അവകാശവും നൽകണം. കുറി എവിടെ വീഴുന്നുവോ അവിടമായിരിക്കും ഓരോരുത്തരുടെയും അവകാശം. പിതൃഗോത്രമനുസരിച്ചാണ് നിങ്ങൾ ദേശം അവകാശമാക്കേണ്ടത്. എന്നാൽ തദ്ദേശവാസികളെ ഓടിച്ചു കളയാതിരുന്നാൽ അവശേഷിക്കുന്നവർ കണ്ണിൽ മുള്ളുപോലെയും പാർശ്വത്തിൽ മുൾച്ചെടി പോലെയും നിങ്ങളെ ഉപദ്രവിക്കും. ഞാൻ അവരോട് ചെയ്യണമെന്ന് വിചാരിച്ചത് നിങ്ങളോട് ചെയ്യും. അധ്യായം 34. കാനാൻ ദേശം അതിരുകൾ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു. ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നതും ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്നതുമായ കാനാൻ ദേശത്തിന്റെ അതിരുകൾ ഇവയാണ്. തെക്കേ അതിര് ഏദോമിന്റെ അതിർത്തിയിലുള്ള സിൻ മരുഭൂമി ആയിരിക്കും. കിഴക്ക് ഉപ്പുകടലിന്റെ അറ്റത്തായിരിക്കും അതാരംഭിക്കുക. അവിടെ നിന്ന് തെക്കോട്ട് അക്രാബീം ചെരുവിലേക്ക് തിരിഞ്ഞ് സിൻ മരുഭൂമി കടന്ന് തെക്കുള്ള കാദഷ് ബർണായാലും അവിടെ നിന്ന് തിരിഞ്ഞ് അസാർ അബ്ദാർ ഹസ്മോൺ ഇവ കടന്ന് ഈജിപ്തിലെ അരുവിക്ക് നേരെ തിരിഞ്ഞ് കടലിൽ ചെന്ന് അത് അവസാനിക്കും. പടിഞ്ഞാറെ അതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരവും ആയിരിക്കും. നിങ്ങളുടെ വടക്കേ അതിര് മഹാസമുദ്രം മുതൽ ഹോർ മല വരെയും അവിടെ നിന്ന് ഹമാത്തിന്റെ കവാടത്തിലൂടെ ഫേദാദ് വരെയും അവിടെ നിന്ന് സിഫ്രോൻ കടന്ന് ഹസാർ ഏനാൻ വരെയും ആണ്. കിഴക്കേ അതിര് ഹസാർ ഏനാനിൽ ആരംഭിച്ച് ഷെഫാമിലൂടെ താഴോട്ട് ആയിന്റെ കിഴക്ക് റിബ്ല വരെ എത്തി വീണ്ടും താഴോട്ടിറങ്ങി കിഴക്ക് കിന്നേരത്ത് കടലിന്റെ കിഴക്കേ തീരത്ത് എത്തി ജോർദാൻ വഴി ഉപ്പുകടലിൽ അവസാനിക്കും. ഇവയായിരിക്കും അതിരുകൾ. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ 9 ഗോത്രങ്ങൾക്ക് കൊടുക്കാൻ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ കുറിയിട്ട് അവകാശപ്പെടുത്തേണ്ടതുമായ ദേശം ഇതാണ്. റൂബൻ ഗാദ് ഗോത്രങ്ങളും മനാസയുടെ അർത്ഥഗോത്രങ്ങളും ജോർദാൻ അക്കരെ ജെറീക്കോയുടെ കിഴക്ക് വശത്ത് അവകാശം സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, പുരോഹിതൻ എലയാസറും നൂനിന്റെ മകൻ ജോഷയുമാണ് നിങ്ങൾക്ക് ദേശം അവകാശമായി വിഭജിച്ചു തരേണ്ടത്. അവരോടൊപ്പം ഓരോ ഗോത്രത്തിലും നിന്ന് ഓരോ നേതാവിനെ തെരഞ്ഞെടുക്കണം. താഴെ പറയുന്നവരാണ് അവർ. യൂദാ ഗോത്രത്തിൽ നിന്ന് യെഫുന്നയുടെ മകൻ കാലെബ്. ഷിമയോൻ ഗോത്രത്തിൽ നിന്ന് അമ്മിഹൂദിന്റെ മകൻ ഷെമുവേൽ. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് കിസ്ലോന്റെ മകൻ എലിയാദ്. ദാൻ ഗോത്രത്തിൽ നിന്ന് യോഗ്ലിയുടെ മകൻ ബുക്കി.
ജോസഫിന്റെ പുത്രന്മാരിൽ മനാസയുടെ ഗോത്രത്തിൽ നിന്ന് യഫോദിന്റെ മകൻ ഹന്നിയേൽ, എഫ്രായിം ഗോത്രത്തിൽ നിന്ന് ഷിഫ്താന്റെ മകൻ കെമുവേൽ, സെബുലൂൻ ഗോത്രത്തിൽ നിന്ന് പിന്നാക്കിന്റെ മകൻ എലിസാഫാൻ, ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് അസാന്റെ മകൻ പൽത്തിയേൽ, ആഷേർ ഗോത്രത്തിൽ നിന്ന് ഷെലോമിയുടെ മകൻ അഹിഹൂദ്, നഫ്താലി ഗോത്രത്തിൽ നിന്ന് അമ്മിഹൂദിന്റെ മകൻ പെദാഹേൽ. ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്ത് അവകാശം ഭാഗിച്ചു കൊടുക്കുന്നതിന് കർത്താവ് നിയമിച്ചത് ഇവരെയാണ്.